നമ്മളെ മില്ലീനിയം ഓഡിയോസിൽ നിന്ന് പോയ ഒരാളാണ്. വീണ്ടും ഈ മില്ലീനിയം ഓഡിയോസിന്റെ സ്റ്റുഡിയോയില് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നു 25 വർഷത്തിന് ശേഷം. 25 വർഷങ്ങൾക്ക് മുൻപ് നമ്മളെല്ലാവരും കേട്ട് എൻജോയ് ചെയ്ത, അതായത് ഈ 2025 ആളുകൾ യൂട്യൂബിൽ ആ പാട്ട് തെരഞ്ഞു കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ മിക്കവർക്കും ചിലപ്പോ സരിത ചേച്ചിയാണ് അത് എന്ന് അറിയില്ല. ഇപ്പൊ ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിയുന്നത്. കാരണം ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ചേച്ചിയാന്ന് അറിയില്ലായിരുന്നു. അത് ഏത് പാട്ടാന്ന് പറയൂ? മംഗല്യം കഴിക്കാതെ അന്ന് നാം പിരിച്ചില്ലേ, പാട്ട്. അന്ന് പക്ഷെ തേപ്പ് ഒന്നും ഇല്ലാത്തോണ്ട് ചേച്ചി രക്ഷപ്പെട്ടു. അതെ, സത്യം. പക്ഷെ നഷ്ടപ്രണയം എന്നൊരു സംഭവത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ ഫീലായി ചെയ്യുന്ന ഒരു പാട്ടാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു പാട്ടാണ് അത്. എല്ലാ പട്ടാളക്കാരും ഇപ്പോഴും അതിന്റെ കമന്റ് ബോക്സിന്റെ അടിയിലുണ്ട്, ഞാനൊരു പട്ടാളക്കാരനാണ്, എനിക്കും എന്റെ ഭാര്യയെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നഷ്ടപ്രണയത്തെ കുറിച്ച് ഭയങ്കരമായി എഴുതിയ ഒരു പാട്ടാണ്. അന്നത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ആൽബം ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കൊച്ചുകുട്ടിയായിരുന്നു. അതെ, ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അന്ന് പഠിക്കായിരുന്നോ? അന്ന് എന്തോ 10th കഴിഞ്ഞു, എന്തായാലും +1 +2 പ്രായമാണ്. അപ്പോ ആ സമയത്ത് എന്താണ് ഇത്, കഥ എന്താണെന്നൊന്നും അറിയത്തില്ല. പറഞ്ഞു തരുന്നു, അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തേപ്പുകാരി എന്നൊക്കെ പറയണത് ഇപ്പൊ ഈ ഒരു ഇടയ്ക്കാണ് ട്രെൻഡായി മാറിയത്. അന്നൊന്നും അറിയില്ല. ആരെയോ ഇഷ്ടപ്പെട്ട ഒരാളെ കാത്തിരുന്നു, അവസാനം പുള്ളി വന്നു കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചു. അതെ, കല്യാണം കഴിച്ചു, ഒരു പെൺകുട്ടി. അങ്ങനെ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇപ്പൊ കൂടി സൂര്യനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തേപ്പുകാരി ആയിരുന്നല്ലേ, അപ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടല്ലേ എന്നുള്ളത്.